സോ വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 8 ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോണത് ഡേ 8ൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാർക്കറ്റ് സ്ട്രക്ചറാണ്. മെയിനായിട്ട് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറുമാണ് ഇതിൻ്റെ അകത്ത് നോക്കാൻ പോണത്. സോ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. സോ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ എൻട്രിയുടെ അതിനകത്തോട്ട് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, ഒരു കോർ കോൺസെപ്റ്റാണ് മാർക്കറ്റ് സ്ട്രക്ചർ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണത്, ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് MT5ലൂടെ എങ്ങനെയാണ് ആ ഒരു ട്രേഡ്സ് പ്ലേസ് ചെയ്യണത്. ഈ ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ പ്രീവിയസ് വീഡിയോയുടെ അകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ബിഫോർ വി ഗോയിൻ, ഞാനിവിടെ യൂസ് ചെയ്യണ ബ്രോക്കർ, ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ബ്രോക്കർ അൽപ്പാരിയാണ്. സോ ഇതിനകത്ത് നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് വെക്കാം. സോ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു ലൈവ് അക്കൗണ്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. നമ്മുടെ ഇന്ന് ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. അതായത് ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ ട്രാവൽ ചെയ്യണം. സോ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും മാർക്കറ്റിലൊരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യണം. ഇത് തിയറിയാണ്. സോ തിയറി കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾസിലോട്ട് പോകും, ചാർട്ടിലോട്ട് പോകും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് മാർക്കറ്റ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും മൂവ് ചെയ്യണം. ഓക്കെ, ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, ഹൈ ക്രിയേറ്റ് ചെയ്യും, ഒരു ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇങ്ങനെ. സോ എന്തുകൊണ്ടാണ് ഇത് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്. ഓക്കെ, ഒരു ഫസ്റ്റ് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴെ പോയി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോയും പ്രീവിയസ് ലോയും കമ്പയർ ചെയ്യുമ്പോൾ റീസെൻറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ടാണ് ഈ ഒരു ലോയിനെ നമ്മൾ ഹയർ ലോ എന്ന് വിളിക്കണം. ഓക്കെ, സോ ഹയർ ലോന് ഷോർട്ടായിട്ട് നമ്മൾ HL എന്ന് പറഞ്ഞു. ഓക്കെ, ഹയർ ലോ. അതായത് ഈ ഒരു ലോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹയർ ലോ എന്ന് വിളിച്ചത്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് സ്ട്രോങ് ആയിട്ട് അപ്സൈഡ് പോയി, അപ്സൈഡ് പോയിട്ട് ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഹൈനെ നമ്മൾ വിളിക്കുന്നത് ഹയർ ഹൈ എന്നാണ്, ഷോർട്ടായിട്ട് HH. സോ ഇതിനെ ഹയർ ഹൈ എന്ന് വിളിക്കാൻ കാരണം ഈ ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ മുകളിലാണ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹയർ ഹൈ എന്ന് വിളിക്കുന്നത്. സോ ഹയർ ഹൈ ഷോർട്ടായിട്ട് HH എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പ്രീവിയസ് ഹൈയുടെ മുകളിലായിട്ടാണ്, അതുകൊണ്ട് ഈ ഒരു ഹൈനെ നമ്മൾ ഹയർ ഹൈ എന്ന് പറയും. ആൻഡ് ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴോട്ട് പോയി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോയും പ്രീവിയസ് ലോയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ നമ്മൾ നേരത്തെ ഈ ഒരു ലോനെ ഹയർ ലോ എന്ന് വിളിക്കാൻ കാരണം പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഹയർ ലോ എന്ന് വിളിക്കാം. കാരണം ഈ ഒരു ലോയും ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. ആൻഡ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, എഗെയിൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ വന്നു. ഇപ്പോൾ പ്രൈസ് അപ്സൈഡ് പോയി, അപ്പോൾ ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹൈയും പ്രീവിയസ് ഹൈയും കമ്പയർ ചെയ്തപ്പോൾ റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം, ഹയർ ഹൈ എന്ന് വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ഹയർ ഹൈ എന്ന് വിളിച്ചു. അതിനുശേഷം പ്രൈസ് അഗെയിൻ സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിക്കും, ഹയർ ലോ എന്ന് വിളിക്കും. അതിനുശേഷം അഗെയിൻ പ്രൈസ് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ഹയർ ഹൈ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എന്ത് കാണാൻ പറ്റി, ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് നമുക്കിവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ സ്ട്രക്ചർ ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതുപോലെ ഇവിടെ ഈ ഒരു ഹൈനെ അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ ഒന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു. ആൻഡ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ ഒന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ നേരെ മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു, എഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്തു, നേരെ മുകളിലോട്ട് പോയി എന്ത് ചെയ്തു, ഈ ഒരു ഹൈനെ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യണ പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു സ്ട്രോങ് ബൈ വരുന്ന സമയത്ത് പ്രീവിയസ്ലി ക്രിയേറ്റ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യണ പ്രോസസ്സ്, അല്ലെങ്കിൽ
പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ എപ്പോഴും പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൈനെ അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഹൈസിനെ ബുള്ളിഷ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ ഷോർട്ടായിട്ട് BMS ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു ഹൈനെ അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബുള്ളിഷ് മാർക്കറ്റിൽ പ്രൈസ് എപ്പോഴും ഹയർ ഹൈനെ കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബുള്ളിഷ് മാർക്കറ്റിലെ ഹയർ ഹൈ ഇവിടെ എപ്പോഴും എന്താണ് നമുക്കൊരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യണ പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. അതുപോലെ തന്നെ ബുള്ളിഷ് മാർക്കറ്റിൽ ഹയർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഹൈ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഹയർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ലോ ആണ്. സോ ഹയർ ഹൈനും വീക്ക് ഹൈ എന്ന് പറയാൻ കാരണം പ്രൈസ് കണ്ടിന്യൂസ്ലി ടാർഗറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ഹയർ ഹൈനെയാണ് പ്രൈസ് കണ്ടിന്യൂസ്ലി ടാർഗറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ആ ഒരു ഹയർ ഹൈന് ബ്രേക്ക് ചെയ്തു, പുതിയ ഹയർ ഹൈ, എഗെയിൻ ആ ഒരു ഹയർ ഹൈന് ബ്രേക്ക് ചെയ്തു, പുതിയ ഹയർ ഹൈ, എഗെയിൻ ആ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തു. അതായത് ഇതിന് ടാർഗറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യണ പ്രോസസ്സിനെ നമ്മൾ ഹയർ ഹൈനെ നമ്മൾ വീക്ക് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബുള്ളിഷ് മാർക്കറ്റിൽ പ്രൈസ് എപ്പോഴും ഹയർ ഹൈനെ കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഹയർ ഹൈനെ നമ്മൾ വീക്ക് ഹൈ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഹയർ ലോ ഉണ്ടല്ലോ, ഹയർ ലോ സ്ട്രോങ് ലോ ആണ്. സോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹയർ ലോന് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ഹയർ ലോയുടെ താഴോട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഈ ഒരു ഹയർ ലോയുടെ താഴോട്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഈ ഒരു ഹയർ ലോയുടെ താഴോട്ട് പ്രൈസ് പോയിട്ടുണ്ടോ, പോയിട്ടില്ല. അതായത് ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ ഹയർ ലോയിനെ പ്രൈസ് എപ്പോഴും റെസ്പെക്ട് ചെയ്യും. അതായത് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, ഈ ഒരു ലോനെ റെസ്പെക്ട് ചെയ്തു, അഗെയിൻ മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു, ഈ ഒരു ഹയർ ലോയുടെ താഴോട്ട് പ്രൈസ് പോയിട്ടില്ല, റെസ്പെക്ട് ചെയ്തു. അതായത് ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഹയർ ലോയിനെ റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ ഹയർ ലോയിനെ നമ്മൾ എന്ത് പറയും, സ്ട്രോങ് ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബുള്ളിഷ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ്. ആൻഡ് അവിടുത്തെ ഹയർ ഹൈനെ നമ്മൾ വീക്ക് ഹൈ എന്ന് പറയും, കാരണം പ്രൈസ് എപ്പോഴും കണ്ടിന്യൂസ്ലി ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഇവിടുത്തെ ഹയർ ലോയിനെ നമ്മൾ സ്ട്രോങ് ലോ എന്ന് പറയും. സോ റീസൺ ഹയർ ലോയിൻ്റെ പ്രൈസ് എപ്പോഴും റെസ്പെക്ട് ചെയ്യും, ഹയർ ലോനെ ബ്രേക്ക് ചെയ്തില്ല. സോ ബ്രേക്ക് ചെയ്യുന്ന സെനാരിയോസ് ഉണ്ട്, അതായത് ട്രെൻഡ് റിവേഴ്സൽ സെനാരിയോസ് ആണ്. അപ്പോൾ ഇതാണ് ബുള്ളിഷ് മാർക്കറ്റിൻ്റെ തിയറി പറഞ്ഞത്. സോ നമുക്ക് ചാർട്ടിലോട്ട് വിട്ടൊരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലോയും ഹൈയും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതെന്താണ്, ഇതൊരു ലോ ആണ്. ആൻഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ വന്നു, പ്രൈസ് നേരെ പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോയും പ്രീവിയസ് ലോയും കമ്പയർ ചെയ്യുമ്പോൾ റീസെൻറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിൽ ലോ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, അതിനെ നമ്മൾ ഹയർ ലോ എന്ന് വിളിക്കും. ഇപ്പോൾ ഇതിനെ ഹയർ ലോ എന്ന് വിളിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ വന്നു, ഇപ്പോൾ നേരെ പ്രൈസ് മുകളിലോട്ട് പോയി. ഇപ്പോൾ ആ ഒരു സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഞാനിവിടെ ഒരു BMS മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ മുകളിലോട്ട് പോയി ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പ്രീവിയസ് ഹൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്. ഓക്കെ, അതായത് ഈ ഒരു ഹൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് പുതിയ ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഹയർ ഹൈ എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി. ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴെ വന്നു, താഴെ വന്നിട്ട് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോയും പ്രീവിയസ് ലോയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലോയും പ്രീവിയസ് ലോയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ലോ ക്രിയേറ്റ് ആയിട്ടുള്ള ഇവിടെ പ്രീവിയസ് ലോയുടെ മുകളിലായിട്ടാണ് റീസെൻ്റ് ആയിട്ടുള്ള ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ഹയർ ലോ എന്ന് വിളിക്കാം. ഓക്കെ, റീസെൻറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ അതുകൊണ്ട് നമ്മളതിനെ ഹയർ ലോ എന്ന് വിളിച്ചു. എന്നിട്ട് അതിനുശേഷം നോക്കുവാണെങ്കിൽ എഗെയിൻ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്, ഹയർ ഹൈ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളതിനെ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ട് മാർക്ക് ചെയ്തു. എഗെയിൻ ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വന്നു, ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എഗെയിൻ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പുതിയ ഹൈ കിടക്കുന്നത് പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്.
അതുകൊണ്ട് ഹയർ ഹൈ എന്ന് വിളിക്കാം. അതായത് ഈ ഒരു ഹൈനെ നമുക്ക് ഹയർ ഹൈ എന്ന് വിളിക്കാം, കാരണം പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഹൈനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. പുതിയ ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി, താഴോട്ട് വന്നു, ഇവിടെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ മുകളിലാണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹയർ ലോ എന്ന് വിളിക്കാം. അതിനുശേഷം അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ വന്നു, അപ്പോൾ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പുതിയ ഹൈ പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഹയർ ഹൈ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഹയർ ഹൈന് പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് കാണാൻ പറ്റി. അതായത് ഇവിടെ നമുക്കൊരു ഇവിടുത്തെ ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, സോ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചാറ്റിലോട്ട് പോയിട്ട് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ ബെയറിഷ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസിന് നമുക്ക് എപ്പോഴും ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും കാണാൻ പറ്റും. ഓക്കെ, ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസിൽ നമുക്ക് എപ്പോഴും ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും കാണാൻ പറ്റും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? നേരെ മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈയും പ്രീവിയസ് ഹൈയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. ഓക്കെ, റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? ലോവർ ഹൈ എന്ന് വിളിച്ചു. ഓക്കെ, സോ ലോവർ ഹൈന് ഷോർട്ടായിട്ട് LH എന്ന് പറയും. സോ അതിൻ്റെ ലോവർ ഹൈ എന്ന് വിളിക്കാൻ കാരണം പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി ഇവിടെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോയും പ്രീവിയസ് ലോയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കും? ലോവർ ലോ എന്ന് വിളിക്കും, ഷോർട്ടായിട്ട് LL. ഓക്കെ, അതായത് ഈ ഒരു ലോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മളിതിനെ ലോവർ ലോ എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പുതിയ ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ബെയറിഷ് മാർക്കറ്റിൽ ലോയിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിൽ ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇവിടെ ലോയിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നേരെ മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈയും പ്രീവിയസ് ഹൈയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മളതിനെ ലോവർ ഹൈ എന്ന് വിളിക്കും. ഓക്കെ, പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട്. അതിനുശേഷം എഗെയിൻ സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി ഒരു സ്ട്രോങ് സെല്ല് വന്നു, അപ്പോൾ പ്രീവിയസ് ലോയുടെ താഴെയായിട്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ലോവർ ലോ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലോയിന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഇത് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ആൻഡ് അതുപോലെ തന്നെ അതിനുശേഷം പ്രൈസ് അഗൈൻ മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു ഹൈ പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മളതിനെ ലോവർ ഹൈ എന്ന് വിളിക്കുന്നു. ആൻഡ് ആ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോ കിടക്കുന്നത് പ്രീവിയസ് ലോയുടെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ലോവർ ലോ എന്ന് വിളിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ലോവർ ലോയിനെ പ്രൈസ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ബെയറിഷ് മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡിൽ നമുക്ക് പ്രൈസ് കാണാൻ പറ്റുന്ന ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ലോവർ ലോയിനെ നമ്മൾ വീക്ക് ലോ എന്ന് പറയും. ആൻഡ് അതുപോലെ തന്നെ ഇവിടുത്തെ ലോവർ ഹൈനെ നമ്മൾ സ്ട്രോങ് ഹൈ എന്ന് പറയും. സോ ലോവർ ലോനെ വീക്ക് ലോ എന്ന് പറയാൻ കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു
ലോവർ ലോസിനെയാണ് അല്ലെങ്കിൽ ലോയിനെയാണ് പ്രൈസ് കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനെയും ബ്രേക്ക് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനെയും ബ്രേക്ക് ചെയ്തു. അതായത് ഈ ഒരു ലോവർ ലോസിനെയാണ് പ്രൈസ് കണ്ടിന്യൂസ്ലി ടാർഗറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബെയറിഷ് മാർക്കറ്റിൽ ലോവർ ലോയിന് നമ്മൾ വീക്ക് ലോ എന്ന് പറയുന്നത്. സോ സെയിം ടൈമിൽ ഇവിടുത്തെ സ്ട്രോങ് ഹൈ നോക്കുവാണെങ്കിൽ, ലോവർ ഹൈ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യണില്ല, ലോവർ ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്യണില്ല. അതായത് ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ലോവർ ഹൈനെ റെസ്പെക്റ്റ് ചെയ്യും. ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സെനാരിയോസ് വരാറുണ്ട്, അത് ട്രെൻഡ് റിവേഴ്സിലാണ്. അത് നെക്സ്റ്റ് ലെസൻ്റെ അകത്തായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇവിടെ ലോവർ ഹൈനെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യും. ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ ലോവർ ഹൈനെ പ്രൈസ് എപ്പോഴും എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലോവർ ലോയിനെ കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ലോവർ ലോയിനെ നമ്മൾ വീക്ക് ലോ എന്ന് പറയുന്നത്. ആൻഡ് ലോവർ ഹൈനെ സ്ട്രോങ് ഹൈ എന്ന് പറയാൻ കാരണം പ്രൈസ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ടൊരു ബെയറിഷ് മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ, ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, പ്രൈസ് നേരെ താഴോട്ട് വന്നു, പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു ലോയിനെ ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. സോ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ആൻഡ് ഇതൊരു ലോ ആയിരുന്നു, ആൻഡ് ഇതെന്തായിരുന്നു, ഇതൊരു ഹൈ ആയിരുന്നു. ഓക്കെ, നേരെ താഴെ വന്ന് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും, ലോവർ ലോ എന്ന് വിളിക്കും. ആൻഡ് ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ മുകളിൽ പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ താഴെ വന്നിട്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ഹൈ ഉണ്ട്, സോ പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും, ലോവർ ഹൈ എന്ന് വിളിക്കും. ഓക്കെ, ഇത് നമുക്കൊരു ലോവർ ഹൈ ആണ്. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി ഇവിടെ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ താഴെയായിട്ട്. ഇത് നമുക്കൊരു ലോവർ ലോ ആണ്. ആൻഡ് അതുപോലെ തന്നെ ലോവർ ലോനെ കൂടെ വെച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കുവാണെങ്കിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, നേരെ ഇവിടെ വന്നു ലോവർ ഹൈ, നേരെ താഴോട്ട് പോയി പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈയും പ്രീവിയസ് ഹൈയും കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഹൈയുടെ താഴെയാണ്, ഇത് നമുക്കൊരു ലോവർ ഹൈ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും, ലോവർ ലോ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലോവർ ലോൻ്റെ പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ സ്ട്രോങ് ആയിട്ട് താഴോട്ട് വന്നു. ഈ ഒരു ലോവർ ലോനെ പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. സോ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, ഈ ഒരു ഹൈ പ്രീവിയസ് ഹൈയുടെ താഴെയാണ്, ഇത് നമുക്കൊരു ലോവർ ഹൈ ആണ്. ആൻഡ് ഈ ഒരു ലോ പ്രീവിയസ് ലോയുടെ താഴെയാണ്, അതുകൊണ്ട് ഇത് നമുക്കൊരു ലോവർ ലോ ആണ്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ട്രെൻഡ് എന്താണ്, ഇവിടെ ഒരു ബെയറിഷ് മാർക്കറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസിൽ എപ്പോഴും ഈ ഒരു രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും പ്രൈസിൽ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെസൻ്റെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് ആൻഡ് ബെയറിഷ് മാർക്കറ്റ് ആണ് നോക്കിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ലെസൺ നമ്മൾ നോക്കാൻ പോണത് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുവരെ ഈ ഒരു കാര്യങ്ങളെല്ലാവരും പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ലെസൻ്റെ അകത്ത് കാണാം. ബൈ.